KL19 ശ്രീതു ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റായിട്ട് രേഖപ്പെടുത്തുക. കൂടാതെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നത്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് എന്തായാലും ദയ അച്ചുവിന്റെ ഒരു ചെറിയ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഗൈസ്. അതുപോലെ പല ജോലികളും ചെയ്യുന്നവർക്ക് അവരുടേതായ ജോലി ഹൈഡ് ചെയ്ത് വെക്കുക എന്നുള്ളത് തെറ്റായ ഒരു കാര്യമായിട്ട് ഞാൻ ചിന്തിക്കുന്നില്ല. ആരെയും തട്ടിപ്പറിച്ചിട്ടോ മോഷ്ടിച്ചിട്ടോ അല്ലെങ്കിൽ കട്ടെടുത്തിട്ടോ മറ്റുള്ളവർ പറ്റിച്ചിട്ടോ അല്ലെങ്കിൽ വെല്ലുകടയും വലിയ ജാടയെടുത്തിട്ട് നിൽക്കുന്ന ഒരു സംഭവമൊന്നും അല്ലല്ലോ. അവരവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ജോലി എടുക്കുന്നു, ആ ജോലി ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കുന്നു. അത് അവരുടെ പ്രൈവസിയാണ്, അതിനെ ഞാൻ ഒരിക്കലും തെറ്റു പറയുന്നില്ല. അപ്പൊ അത് അവർക്കൊരു നാണക്കേടാണ്. ആ ബാറിൽ ഇങ്ങനെ ജോലി ചെയ്യുന്നു എന്ന് എന്റെ നാട്ടുകാരെ എന്റെ വീട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് മോശമാണ് എന്നാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷെ ഇവിടെ പല സെലിബ്രിറ്റി ആയ ആൾക്കാരും അത് വലിയൊരു സ്ഥാനമായിട്ട് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ, സത്യസന്ധമായിട്ട് പറയുവാണേ. ഒരു ബാറിലൊക്കെ ഡാൻസ് ചെയ്ത് തുള്ളുന്നത് വലിയൊരു ആദരവ്, വലിയൊരു സംഭവം അല്ലെങ്കിൽ വലിയൊരു സ്ഥാനക്കയറ്റമാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് മക്കളെ, ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അപ്പോ പാവപ്പെട്ട വീട്ടിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുടുംബജീവിതം പോറ്റാൻ വേണ്ടിയിട്ട് പ്രവാസ ലോകത്തോട്ട് പാസ്പോർട്ടൊക്കെ ആയി നമ്മളിവിടെ വിസയൊക്കെ ആയി വന്ന് കടവും കടത്തിന്റെ കൂടുമായിട്ട് വന്ന് ഗതികേട് കൊണ്ട് ഈ ബാറിൽ ജോലി ചെയ്യുന്നവർ പോലും ഈ ഒരു സംഭവം ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. നാട്ടുകാരറിയാൻ പാടില്ല, വീട്ടുകാരറിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോ അത് ചില സെലിബ്രിറ്റികളൊക്കെ ആ ബാറിൽ തുള്ളുന്നത് വലിയൊരു സംഭവമായിട്ട് മാറുന്ന ആൾക്കാരും ഉണ്ട് പറയാ. പട്ടിണി പാവങ്ങൾ അത് ഹൈഡ് ചെയ്ത് വെക്കുന്നു. ഈ ദയ അച്ചുവിന്റെ ഒരു കാര്യം വീണ്ടും വീണ്ടും ഈ പറയുന്ന രേണുവിനെ ചൊറിഞ്ഞുകൊണ്ട് വരികയാണല്ലോ. ആക്ച്വലി ബാക്കി ചൊറിച്ചിലുകാരൊക്കെ ഒന്ന് നിർത്തി ഒതുങ്ങിയിരിക്കുവാണ്. ഈ ദയക്ക് പിന്നെ എന്ത് പിടിച്ചാലും കണ്ണിന് പിടിക്കില്ല, രേണു എന്ത് ചെയ്താലും കണ്ണിന് പിടിക്കില്ല. അപ്പൊ ദയ ഇതിന് പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ദയയുടെ ഏതോ ഫ്രണ്ട് ഇതുപോലെ ബാറിലൊക്കെ ഡാൻസ് കളിക്കുന്നു, കൂടാതെ അവിടെ ബാറിൽ ഡാൻസ് കളിക്കുന്നവര് വീട്ടിലൊക്കെ പറയാറുള്ളത് കള്ളമാണ്, വേറെ എന്തെങ്കിലും ജോബ് എന്ന് പറഞ്ഞിട്ട്. കാരണം അവർക്ക് തന്നെ നാണക്കേടാണ്, ബാറിൽ ഡാൻസ് കളിക്കുന്നു എന്ന് പുറത്ത് പറയാനായിട്ട് നാണക്കേടെന്നാണ് ദയ അച്ചു പറയുന്നത്. പക്ഷെ നമ്മുടെ പല സെലിബ്രിറ്റികളും അവിടെ പോയി ഡാൻസ് കളിക്കുന്നത് ഭയങ്കര എന്തോ വലിയ സംഭവമായിട്ടാണ് എന്നാണ് ഇവള് പറയുന്നത്. അപ്പോ എനിക്ക് പറയാനുള്ളത്, രേണുവിനെ പറ്റി തന്നെയാണല്ലോ താങ്കൾ ഇത് പറഞ്ഞത്. രേണുവിന് ഇത് വലിയൊരു സംഭവം തന്നെയാണ് എന്ന് തന്നെ അങ്ങ് വിചാരിച്ചോ? ഇവിടെ പലരും രേണുവിനെ ഒന്ന് തളർത്തി കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഇനി എങ്ങാനും രേണുവിന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൊട്ടടിയും ബാൻഡടി മേളമായിരിക്കും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പ് തന്നെയാണ്. പിന്നെ രേണുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ, രേണു ഒത്തിരി തവണ ഇന്റർവ്യൂസിലൂടെ പറഞ്ഞിട്ടുള്ളതാണ്, ഇത് എന്റെ ഫസ്റ്റ് ടൈം ഇന്റർനാഷണൽ ട്രിപ്പാണ്, അതും ₹1 ചെലവാക്കാതെ ഇവിടെ നിന്നും ഗസ്റ്റ് ആയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ്. ആർക്കായാലും അതൊരു ഭാഗ്യം തന്നെയാണ്. അതിനെ പോലും വില കുറച്ച് കാണുക, അല്ലെങ്കിൽ ദയ അച്ചുവിന് ഇതുപോലത്തെ എന്തെങ്കിലും അവസരം ഇന്ന് വരെ ദയ പറയുന്നുണ്ട്, ഞാൻ ഏകദേശം 10 വർഷത്തോളം ഒരു പ്രവാസിയാണ് എന്നുള്ളത്. അപ്പൊ ദയക്ക് ഇങ്ങനത്തെ ഒരു ചാൻസ് കിട്ടിയായിരുന്നു, എനിക്ക് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ രേണുവിന് ഇങ്ങനത്തെ ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും രേണുവിന് നല്ലത് തന്നെയാണ് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ എത്രത്തോളം നെഗറ്റീവാക്കി രേണുവിനെ തളർത്താൻ നോക്കിയാലും രേണു ഒരിടത്തും തകർന്നു പോകുന്നതോ അല്ലെങ്കിൽ തളർന്നു പോകുന്നതോ ഞാൻ കണ്ടിട്ടില്ല. രേണു ഈ പറയുന്നത് വീണ്ടും വീണ്ടും സ്ട്രോങ് ആയിട്ട് തന്നെ വരികയാണ്. ആക്ച്വലി 2 ദിവസം മുന്നേ നമ്മുടെ രേണുവിന്റെ പുതിയൊരു ഇന്റർവ്യൂ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇന്റർവ്യൂ റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ സമയം കിട്ടിയില്ല. പറ്റുവാണെങ്കിൽ വൈകുന്നേരം ചെയ്യാം. ആ ഒരു ഇന്റർവ്യൂവിൽ രേണു പറയുന്നുണ്ട്, രേണു ഇങ്ങനെ അതിജീവിച്ച കുറച്ച് കാര്യങ്ങൾ, ഇപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ. രേണുവിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ എല്ലാം കുറച്ച് പേർക്കെങ്കിലും സന്തോഷമാണ്, അവൾ ഈ ഒരു നിലയിൽ എത്തിയില്ലേ. കാരണം ഈ ചുറ്റുമുള്ള എല്ലാവരും ഇത്രയും കുറ്റം പറഞ്ഞിട്ടും പേടിച്ച് പിന്മാറാൻ നിന്നാൽ പേടിച്ച് പിന്മാറുക തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് പോയാൽ മാത്രമേ നമുക്ക് ലൈഫിൽ എന്തെങ്കിലും നേടാനായിട്ട് സാധിക്കുള്ളൂ. ആക്ച്വലി രേണു അവിടെ നിന്നും ബാറിൽ ഡാൻസ് കളിച്ചു, അത് ഓൾറെഡി ഇവിടെ ചർച്ചാ വിഷയമായി, എല്ലാവരും എടുത്തിട്ട് കൊട്ടി ഘോഷിച്ചു. അതിനുശേഷം രേണു അവിടെ നിന്ന് കണ്ടന്റ് ഒന്നും കൊടുക്കുന്നില്ല. കാരണം അതിനുശേഷം രേണു അവിടെ ചെയ്യുന്ന കുറച്ച് പ്രൊമോഷനും കാര്യങ്ങളും അങ്ങനത്തെ വർക്കാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് വേറെ കണ്ടന്റ് ഇല്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചുമ്മാ ഇങ്ങനെ രേണുവിനെ പറഞ്ഞിട്ട് അതെന്താ വലിയ അത് അങ്ങനെയാണ്, പാവപ്പെട്ട ഒരാൾക്ക് അത് അങ്ങനെയാണ്. പാവപ്പെട്ട നമുക്ക് ഒരു ചാൻസ് കിട്ടുമ്പോൾ അത് നമുക്ക് സ്വർഗമാണല്ലേ. അപ്പൊ അതുപോലെ തന്നെയാണ് രേണുവിനും എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഗൈസ് എന്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ദയ അച്ചുവിനെ തൊട്ടാൽ വാടി എന്ന് വിശേഷിപ്പിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്ന് പറയുന്നത്. കാരണം എപ്പോഴും എല്ലാവരെയും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ദയ അച്ചു എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഗൈസ് എന്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ പറ്റുവാണെങ്കിൽ ഈവനിങ് രേണുവിന്റെ പുതിയ ഇന്റർവ്യൂ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചേക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, തൊട്ടുള്ള ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഏതെങ്കിലും കൂട്ടുകാർ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
ഫേസ്ബുക്ക് പേജിലൂടെയാണ് എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.